ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഐശ്വര്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇത് വ്ളോഗാണ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എടുത്തതല്ല, അത് വ്ളോഗാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഷ് ടാങ്കിൻ്റെ. നല്ല സപ്പോർട്ടായിരുന്നു, താങ്ക് യു ആൾ. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് ടാങ്കിലത്തെ മീനൊക്കെ പിടിച്ച് ആ ഫിഷ് ടാങ്ക് വൃത്തിയാക്കണം കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫിഷ് ടാങ്കിലത്തെ മീനിൻ്റെ ഹാർവെസ്റ്റിങ്ങും കൂടിയാണ് കേട്ടോ, അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ ഞാനും അച്ഛനും ആ പരിപാടിക്ക് ഇറങ്ങി. കൂടുതൽ അച്ഛനാണ് ഈ പണിയെടുക്കുന്നത്, ഞാൻ വൃത്തി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛൻ മീനൊക്കെ പിടിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അച്ഛൻ വറ്റിച്ചതാണ് ഫിഷ് ടാങ്കിലത്തെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ലീക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു. ഇതൊക്കെ ഒന്ന് വെള്ളം വറ്റിച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ തിലോപ്പിയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ദുഃഖകരമായ കാര്യങ്ങൾ കണ്ടു. കുറേ മീൻ ഇങ്ങനെ ചത്ത് പൊങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് വൃത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇരിക്കുന്ന മീനുകൾ ഞാൻ വീട്ടിലേക്ക് വേണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനോട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അച്ഛൻ പായലൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ പായലാണ്. പായൽ നിറഞ്ഞിട്ടാണോ ഇനി അറിയില്ല, എന്താ ഒരു അസുഖം വന്നതെന്ന് മനസ്സിലാവണില്ല. ചൂട് കൂടിയിട്ടാണോ കുറേ മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങും. ഞങ്ങൾ മുമ്പ് കുറേ മീനുണ്ട്, അതൊക്കെ ഇങ്ങനെ അസുഖം വന്നിട്ടൊക്കെ ഇങ്ങനെ കുറേ ചത്തുപോയി. നമ്മുടെ ചിന്നപ്പൂച്ചയുടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല പിന്നെയും ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ ദിവസമായിട്ട് ചത്ത് കിടക്കണം. ഇതിൽ ചത്ത് കിടന്നാൽ പോലും നമുക്ക് വേഗം അറിയാൻ പറ്റില്ല. കുറേ ദിവസത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനുള്ളതായിട്ട് തോന്നണില്ല. അപ്പോൾ ഞങ്ങളതിനെ കളഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് നല്ല മീനുകൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. വേറെ അച്ഛൻ പിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവന് ഭയങ്കരമായിട്ട് അസുഖം വന്നിട്ട് എന്തോ ചത്ത പോലെ ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ചിന്നപ്പൂച്ചയുടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. അതിനുള്ളിൽ ഞങ്ങളുടെ പാടത്ത് പോയപ്പോൾ ഞൗണിക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ടാങ്കിൽ ഇട്ടിരിക്കുകയായിരുന്നു. കണ്ട് ഒച്ചുപോലെ തോന്നും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനൊക്കെ പിടിച്ച് അതിനെ ഉപദ്രവിക്കലായിരുന്നു എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അച്ഛൻ പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ പായലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മീനുകൾ, ഈ മീനുകളുണ്ട്, ചെറിയ ചെറിയ മീനുകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. മൂളിയാണ് കേട്ടോ ഇത്. മൂളി ഈ സൈസ് തന്നെ വരുള്ളൂ. അപ്പോൾ അച്ഛനായി കുറേ നേരമായി പിടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ മാറി നിൽക്കൂ, ഞാൻ പിടിക്കാം. തിലോപ്പിനെ എനിക്ക് കുറേ മെനക്കേടാണ് പിടിക്കാൻ വേണ്ടി, അത് മെനക്ക് നിൽക്കില്ല. അപ്പം ഞാൻ ചെറിയ ചെറിയ മീനുകളെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നെറ്റെടുത്തു പരിപാടി. അപ്പോൾ അവിടെ വലിയ നെറ്റൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, വലിയ വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചീത്തയായി. ഇപ്പം ഇങ്ങനെ തരപ്പിയിലൊക്കെയാണ് പിടിക്കണത്. നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. വേറെ നെറ്റുണ്ടായി, അത് എനിക്ക് കീറിപ്പോവുക എന്തൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ ഒരു ഇതിലാണ് പിടിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളായതുകൊണ്ട് തന്നെ വേഗം വേഗം വരുന്നുണ്ട് എന്ന് വിചാരിക്കണ്ട. ഞാൻ കുറച്ച് അധികം നേരം ഇരുന്നിട്ടാണ് ഈ മീനുകളൊക്കെ പിടിച്ചത്. പിന്നെ അതിൽ കുറച്ച് ഗൗരാമിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ മീൻ അച്ഛനെ പിടിച്ചു. പിന്നെ ഈ മീനുകളൊക്കെ ഞങ്ങൾ ചത്തുപോയ മീനെ കുറച്ച് തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ടു. പിന്നെ കുറച്ച് പൂച്ചയ്ക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ കോഴിക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെയൊക്കെയാണ്. എല്ലാ മീനുകളും എടുത്തില്ല ചത്തതിനെ. ഞങ്ങൾക്കത് എടുക്കാൻ അത്ര തോന്നണില്ല. പിന്നെ ഞങ്ങൾ പിടിച്ച് ജീവനുള്ള മീനുകൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ മോളികളൊക്കെ പിടിച്ചു. ഞങ്ങളല്ല, ഞാൻ പിടിച്ചു കേട്ടോ. ഞാൻ മോളികളൊക്കെ പിടിച്ച് പത്രത്തിലാക്കി. ഇതൊരു പ്രത്യേക തരം മോളി. ഞങ്ങൾ വാങ്ങിച്ച മോളി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഇത് പ്രസവിച്ച് ഇങ്ങനെ വേറെ വേറെ കളേഴ്സും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി മോളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടാങ്കിത്തെ വെള്ളം വറ്റിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. പൈപ്പ് തുറന്നു വിടും, അപ്പോഴത്തെ വെള്ളം വറ്റിക്കോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പൂച്ചേനൊക്കെ കളിപ്പിച്ച്, പൂച്ചകളൊക്കെ ഞങ്ങൾ എന്ത് പണി ചെയ്യണമെങ്കിലും അപ്പോൾ അവിടെ അടുത്ത് വന്നിരിക്കും ഞങ്ങൾ കാവലായിട്ട്. ഞങ്ങളുടെ ഫിഷ് ടാങ്കിലത്തെ ഒരു ചെറിയ പാത്രം കണ്ടില്ല, അതിലത്തെ മീനുകളാണ് കേട്ടോ. പിന്നെ അതിലുള്ള ചെടികളും പായലുകളൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഗൗരാമീനെ പിടിച്ചു. കുറേ ഗൗരാമി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ 2-3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല സൈസായിട്ടോ. ആ വലിയ ഗൗരാമീനെ കണ്ടോ? ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം മേടിച്ച ഒരു ഗൗരാമിയാണ്. ഗൗരാമി വേഗം അങ്ങനെ ചാവാറില്ല. പക്ഷേ ഇതെന്താണോ വേഗം ചത്ത് ചിലതൊക്കെ അസുഖം വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ ലവ് ബേർഡ്സുകളാണ്. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായ കുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വിറ്റങ്ങളാണെങ്കിൽ ഈ നേരം കലബലാന്ന് പറയും. ഇതൊക്കെ അത്ര ഇഷ്ടമല്ല. ലാസ്റ്റ് കണ്ട കിളിയില്ലേ, അതാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക അതിൻ്റെ പേരിനെ കാണാണ്ട്. അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ? ഈ ചെടി ഞങ്ങൾ പാടത്ത് പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. കുളവാഴയുടെ തന്നെ ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ. ഇത് അതിൻ്റെ മുട്ടാണ്. ഇങ്ങനെ ഓരോ പാകത്തിൽ ഓരോന്ന് ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ ടാങ്കിത്തെ വെള്ളമൊക്കെ വറ്റിച്ചു. മൊത്തമായിട്ട് വറ്റിച്ചില്ല കേട്ടോ, കാരണം ഇത് പകുതി വരെ പൈപ്പുള്ളൂ. കണ്ടോ, പൈപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും വറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരി കളയണം. അതാണ്. അപ്പോൾ കണ്ടോ, ഈ പാത്രം ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു കല്ല് പോലെ സാധനത്തിന് മേലെയാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഗപ്പികളെയും മോളികളെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ടാങ്ക് നിറച്ചും ഗപ്പികൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പിടിച്ച മീനുകളൊക്കെ ഇങ്ങനത്തെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് ഞങ്ങൾ മൂടി വെച്ചേക്കാം, ഇനി ചാടിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ നമ്മൾ ടാങ്കിത്താണ്. അപ്പോൾ ഇത് ഒക്കെ ഫുള്ള് വറ്റിച്ചു കേട്ടോ അച്ഛൻ. അല്ല വെള്ളം വറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞത് ലീക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇത് സൈഡിലായിട്ട് ലീക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ശരിയാക്കണം, കുറച്ച് ടൈം പിടിക്കും ഇനി ശരിയാക്കി വരാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ ഒന്ന് മാറ്റണം, ഇതിലെന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പടുതാഗോളം തുറന്നിട്ട് അതിൽ ഞങ്ങൾ ഗൗരാമീനെ ഇടാമെന്ന് വിചാരിച്ചു. ഇത് അതിൽ നിന്ന് എടുത്ത പായലാണ് കേട്ടോ, നിറച്ചിങ്ങനെ നിറഞ്ഞിട്ട് മീനുകൾക്ക് ശ്വാസം മുട്ടണ പോലെ. അതുകൊണ്ട് അച്ഛൻ കുറേ എടുത്ത് മാറ്റി അച്ഛൻ ഗൗരാമീനെ പിടിക്കുകയാണ് കേട്ടോ. ഗൗരാമികൾ മാത്രം ഇതിലിടാമെന്നാണ് വിചാരിക്കുന്നത്, മറ്റേ മീനുകളൊക്കെ മറ്റേ പാത്രത്തിലിടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് അക്വേറിയത്തിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരാമിയും ഇതിൽ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വാളയും തിലോപ്പിയൊക്കെ കിടക്കുന്നുണ്ട്. തിലോപ്പിയല്ല, വാളയാണ് കിടക്കണത്. വാളയല്ല, ഇതിൽ ബ്രാലാണ് കിടക്കണത്. ബ്രാലോ അങ്ങനെ എന്ത് സാധനമാണ് കിടക്കണം കേട്ടോ. അയ്യോ ഞാൻ പേര് മറന്നുപോയി, അതിൻ്റെ അതാണ് കേട്ടോ. അതിൽ ഇത് മീൻ കിടക്കുന്നുണ്ട്, തിന്നാൻ പറ്റുന്ന മീനാണ് അച്ഛൻ മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഗൗരാമീനെ അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ടപ്പോൾ അവൻ ചാടിപ്പോയില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ടു. കുഴപ്പമില്ലായിരുന്നു. അവർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി, മറ്റു മീനുകളെ തല്ലുണ്ടാക്കുമെന്ന്. പക്ഷേ തല്ലൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു, അറിയില്ല. അത് വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ വല്ല ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് വേഗം എസ്കേപ്പ് ചെയ്ത് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഗൗരാമീനെ അച്ഛൻ അതിലിട്ടു. അപ്പോൾ ഇത് ഈ ഒരു പടുതാക്കുളത്തിലത്തെ ചെടിയാണ് കേട്ടോ. ഇതും കുളവാഴാന്ന് തന്നെ പറയും. ഇതിന് വയലറ്റ് കളർ പൂവാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ പാടത്തു നിന്ന് പറിച്ചിട്ട് വന്നത് തന്നെയാണ്. മറ്റേ ചെടിയിലത്തെ മറ്റേത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കുറേ പിടിച്ചു. അച്ഛൻ ചെറിയ ചെറിയ മീനുകളെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിനൊക്കെ എടുത്ത് ഞങ്ങൾ മറ്റേ പാത്രത്തിലിടാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഇതിലേക്ക് ഇട്ടു. അപ്പോൾ അവരിപ്പോൾ കുഴപ്പമില്ല, അവരെല്ലാവരും സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മീൻ. ഇതിലധികം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ ഉള്ളിൽ കുറേ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അത് അത്രയ്ക്ക് മീനില്ല, കുറച്ച് മീൻ വെച്ചിട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ മേടിച്ചുകൊണ്ട് വരുമ്പോൾ. അത്യാവശ്യം സൈസ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉപദ്രവിക്കുമെന്ന് അറിയില്ല. ഇത് വേഗം ചാടി പോകണ മീനാണ്. അപ്പോൾ ഞങ്ങൾ ഏത് നേരം അടച്ചിടാണ് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾ ഗൗരാമീൻ ഇടാൻ വേണ്ടി തുറന്നിട്ടത്, ഇടയ്ക്കും തുറന്നിടും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ അടയ്ക്കും. ഞങ്ങളിപ്പോൾ ഉള്ള സമയത്തൊക്കെ തുറന്നിടും. ഇപ്പം തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഇങ്ങനെ ഓടിക്കളിക്കുക. ഗൗരാമി സെറ്റായിട്ടോ അവരായിട്ട്, അവരും ഗാങ്ങായിട്ടൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആദ്യം ഈ ടാങ്കിലായിരുന്നു കേട്ടോ കിടന്നത്, എല്ലാ മീനുകളും ഈ ടാങ്കിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ടാങ്ക് കുറച്ച് മാറ്റിയതാണ്. ഇനി ഈ മീനെ ഞങ്ങൾ ഇതിലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. തിലോപ്പിയനൊക്കെ ഞങ്ങൾ ആ ടാങ്കിൽ ഇട്ടിരിക്കുക, കാരണം എങ്ങനെ ചടിപ്പോന്ന് വെച്ചിട്ട്. എല്ലാം നല്ല സൈസായി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വട്ടം വരുന്നതാണ്, എല്ലാം നല്ല സൈസാവും. പിന്നെ ഞങ്ങൾ എപ്പോൾ കഴിക്കാമെന്ന് വെച്ചാൽ പിടിക്കാമെന്നൊക്കെ എപ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ചു, അല്ല അപ്പം ചാടിപ്പോവും, എന്തെങ്കിലും അസുഖം വരെ ചത്ത് പോവും, എന്തെങ്കിലുമൊക്കെ ആവും. ഇപ്രാവശ്യം പിടിക്കാമെന്ന് തന്നെ വിചാരിച്ച് പിടിച്ചു. അപ്പോൾ കുറച്ച് പേര് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചു. ഇനി വെറുതെ അത് കളയെടുത്തല്ലോ, അത്ര നല്ല മീൻ നമ്മൾ തിന്നാൻ കൊടുത്ത് വളർത്തിയിട്ട് അതിങ്ങനെ ചത്തു പോവുക, ആർക്കും ഇല്ലാത്ത പോലെ ആവരുതല്ലോ. അപ്പോൾ അതിനൊക്കെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഞങ്ങളുടെ വീട്ടിലത്തെ ബോഗൺവില്ലുകളുടെ കളക്ഷൻസാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇടയിൽ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലത്തെ ചെടികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടിയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്